നമസ്കാരം സുഹൃത്തുക്കളെ, 5 ചോദ്യത്തിന് 100-ലധികം ഫാക്ട്സ് പഠിച്ചാലോ? എല്ലാം SCRT സയൻസ് ചോദ്യങ്ങളാണ്. UP സ്കൂൾ അസിസ്റ്റന്റ് 2020 നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ. അപ്പൊ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതിൽ 100-ലധികം ഫാക്ട്സ് ഒറ്റ ക്ലാസ്സിൽ അപ്പം തന്നെ പഠിച്ചു പോവാണ്. എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇല്ലാത്തവരുണ്ടോ? ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് ഉണ്ടായിരിക്കുവേ. തുടങ്ങാം. ആദ്യത്തെ 24 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് പോയി നോക്കിയാൽ മതി. 25ാമത്തെ ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപം ആണ്? SCRTയിൽ ഞാൻ തന്നെ പഠിപ്പിച്ച പോയിന്റ് ആണ്. ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത എന്നാൽ കോൺസെൻട്രേഷൻ കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡിന്റേതാണ്. സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥമാണ് ഒലിയം. സൾഫ്യൂരിക് ആസിഡ് എന്നാൽ H2SO4. H2SO4ൽ സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ SO3, സൾഫർ ട്രൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒലിയം. ഒലിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്തുവാ? H2SO7 ആണ് കിട്ടുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡിലെ എവിടെയൊക്കെയാ ഉപയോഗിക്കുന്നത്? സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. അലോഹ ഓക്സൈഡ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനിയില്ലേ, ഓരോ ഓപ്ഷൻ ആയിട്ടൊന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മറ്റൊരു പേരെന്തുവാ? മ്യൂരിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്തുവാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിന്നെ സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? ഉൽപ്രേരകം എന്നാൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ്, V2O5 എന്നതാണ് കെമിക്കൽ ഫോർമുല. വനേഡിയം പെന്റോക്സൈഡ്. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയായ സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത് ആര്? പെരിഗ്രിൻ ഫിലിപ്സ് ആണ് സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ചത്. ഡൈനാമൈറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് ഡൈനാമൈറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. എണ്ണ ശുദ്ധീകരണത്തിനും പിന്നെ മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി ഓപ്ഷൻ സി, അസെറ്റിക് ആസിഡ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ആണ് അസെറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസെറ്റിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏത്? അസെറ്റിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്.
അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ് അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നത്. ഡൈനാമൈറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഇനി ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാ? ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ആണ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ്. ഈ തന്നിരിക്കുന്ന 25, 26, 27, 28, 29 എല്ലാ ചോദ്യങ്ങളും SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് അതേ കോപ്പി പേസ്റ്റ് തന്നെ ചെയ്തേക്കുന്നതാണ്. SCRT സയൻസ് കണ്ണു അടച്ച് എല്ലാ ചാപ്റ്റേഴ്സും അങ്ങ് പഠിച്ചു പോവുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം നമ്മുടെ ഈ SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ഒരുപാട് പേര് വാങ്ങിച്ചു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമേ. അപ്പോൾ പുസ്തകത്തെ പറ്റി അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുസ്തകത്തിന്റെ റിവ്യൂ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സയൻസ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കുമേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? SCRT ഫാക്ട് തന്നെയാണ്. കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. സിങ്കിന്റെ അയിര്. സിങ്ക്, നാക്കം എന്നറിയപ്പെടുന്ന എലമെന്റ് ആണ് സിങ്ക്. നാക്കം എന്നാൽ സ്വർഗം എന്നും അർത്ഥമുണ്ട്. നാക്കം കായാണ്. നാക്കം എന്നറിയപ്പെടുന്ന മൂലകം ഏത്? സിങ്കാണ്. തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഏത്? സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ആണ് തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? സിങ്ക്. ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. സയനൈഡ് പ്രക്രിയ വഴി സ്വർണം, വെള്ളി എന്നിവ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? സിങ്ക്. അതുപോലെ സ്വേദന പ്രക്രിയ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങളാണ് സിങ്ക്, മെർക്കുറി എന്നിവ. ഇപ്പൊ സിങ്കിന്റെയും മെർക്കുറിയുടെയും ശുദ്ധീകരണ പ്രോസസ് സ്വേദന പ്രക്രിയയാണ്. സ്വേദന പ്രക്രിയ. ഇനി അയിര് എന്ന് പറഞ്ഞില്ലേ, അയിരെന്ന് വെച്ചാൽ എന്തുവാ? വ്യാവസായികമായി ഒരു ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഹ ധാതുവിനെയാണ് അയിര് എന്ന് പറയുന്നത്. പൊതുവെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. ഇനി അയിരിൽ ഒരുപാട് ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഇംപ്യൂരിറ്റീസിനെ അതായത് ഇംപ്യൂരിറ്റീസിനെ ഗ്യാങ് എന്ന് പറയും. ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അയിരിന്റെ സാന്ദ്രണം. അയിരിന്റെ സാന്ദ്രണം 10ാം ക്ലാസ്സില് ലോഹനിർമ്മാണം എന്ന ചാപ്റ്ററിൽ, കെമിസ്ട്രി ലോഹനിർമ്മാണം എന്ന ചാപ്റ്ററിൽ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പ്ലവന പ്രക്രിയ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. പ്ലവന പ്രക്രിയ എന്ന് വെച്ചാൽ അപദ്രവ്യം എന്ന് വെച്ചാൽ ഇംപ്യൂരിറ്റീസിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറയുകയും ചെയ്താലാണ് ഈ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രീകരിക്കുന്നത്. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന സാന്ദ്രണ പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയയ്ക്ക് ഉദാഹരണം സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണമാണ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം. ഇനി മെറ്റലർജി, ലോഹ നിഷ്കർഷണം എന്നാൽ എന്ത്? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് മെറ്റലർജി, ലോഹ നിഷ്കർഷണം. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് മെറ്റലർജി, ലോഹ നിഷ്കർഷണം. ഇനി റോസ്റ്റിംഗ് എന്താണ്? കാൽസിനേഷൻ എന്താണ്? എപ്പോഴും ചോദിക്കുന്നത്. റോസ്റ്റിംഗ് എന്നാൽ റോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും വായു വേണം. അപ്പോൾ പൊടിച്ച അയിരിനെ വായുപ്രവാഹത്തിൽ ശക്തിയായി ചൂടാക്കുന്ന രീതിയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
കാൽസിനേഷൻ എന്നാൽ എന്താ? വായുവിന്റെ ആവശ്യം ഇല്ല, വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കി അയിരിലെ ബാഷ്പശീലമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. ലീച്ചിങ് ഏതാ? ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിന്റെ അയിരാണ്. ഇപ്പൊ ഉരുക്കി വേർതിരിക്കൽ എന്നാൽ എന്താ? ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ വേർതിരിക്കപ്പെടുന്ന രീതിയാണ് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ. സ്വേദനം, ഡിസ്റ്റിലേഷൻ എന്നാൽ എന്താ? അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്രോട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. നേരത്തെ പറഞ്ഞില്ലേ, സ്വേദനം വഴി വേർതിരിക്കുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ. ഇനി ഇലക്ട്രോളിസിസ് ഉണ്ട്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഉദാഹരണം കോപ്പറിനെ ശുദ്ധീകരിക്കുന്നത്. ഇനി കുറച്ച് ലോഹങ്ങളും അതിന്റെ വിശേഷണങ്ങളും നോക്കാം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാ? ഇറിഡിയം. ഇറിഡിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്. ഫിലോസഫേഴ്സ് വൂൾ, തത്വചിന്തകരുടെ കമ്പിളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഒന്നോർത്ത് ഏതാ? സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? അക്വാറീജിയ. അക്വാറീജിയയാണ് രാജകീയ ദ്രാവകം. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ ഏതാന്ന് പറഞ്ഞു? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏത്? സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏത്? മഗ്നീഷ്യം. മഗ്നീഷ്യം. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ആണെങ്കിൽ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ഏത്? പ്ലാറ്റിനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏത്? പ്ലാറ്റിനം. ഇപ്പൊ ക്വിക്ക് സിൽവർ മെർക്കുറി ആണെങ്കിൽ ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം, വെളുത്ത സ്വർണം പ്ലാറ്റിനം. അടുത്ത ചോദ്യം. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? ആൽക്കീൻ. CnH2n. CnH2n ആണ് ആൽക്കീന്റെ പൊതുവാക്യം. ഈ കാർബൺ ഇല്ലേ, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കെയിൻ എന്നാ പറയുന്നത്. ആൽക്കെയിൻ. ആൽക്കെയിൻ. ദ്വിബന്ധനമാണെങ്കിൽ ആൽക്കീൻ ആണ്. ആൽക്കീൻ. ത്രിബന്ധനമാണെങ്കിൽ ആൽക്കൈൻ ആണ്. ഏകബന്ധനമാണെങ്കിൽ ആൽക്കെയിൻ, ദ്വിബന്ധനമാണെങ്കിൽ ആൽക്കീൻ, ത്രിബന്ധനമാണെങ്കിൽ ആൽക്കൈൻ. ഇപ്പൊ കാർബൺ ആറ്റങ്ങളിലെ ബന്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രോ കാർബണുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആൽക്കെയിൻ എന്നാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ആൽക്കെയിനുകളുടെ പൊതുവാക്യം CnH2n+2. 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 ഏറ്റവും ലഘുവായ ആൽക്കെയിനാണ് മീഥെയ്ൻ. മീഥെയ്ൻ. ആൽക്കെയിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാരഫിനുകൾ. പാരഫിനുകൾ. ഇനി ആൽക്കീൻ എന്നാൽ എന്തുവാ? ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം കാണപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കീൻ. ഏറ്റവും ലഘുവായ ആൽക്കീനാണ് ഈഥീൻ. ഈഥീൻ. ഇനി ആൽക്കൈൻ എന്നാൽ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം കാണപ്പെടുന്ന ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കൈൻ. ഏറ്റവും ലഘുവായ ആൽക്കൈൻ ഈഥൈൻ. ഈഥൈൻ. അപ്പൊ ആൽക്കീന്റെ പൊതുവാക്യം CnH2n. ഇനി ആൽക്കൈനുകളെ സൂചിപ്പിക്കുന്ന പൊതുവാക്യം എന്തുവാ? CnH2n-2. +2 ആൽക്കെയിൻ. 2 ഒന്നുമില്ല, 2n മാത്രമാണെങ്കിൽ ആൽക്കീൻ. 2n-2 ആണെങ്കിലോ ആൽക്കൈൻ. ആൽക്കൈൻ ആണ്. ഇനി ഇവിടെ ഈ ദീനാണ് ഏറ്റവും ലഘുവായ ആൽക്കീൻ എന്ന് പറഞ്ഞു.
ഇതിന്റെ രാസസൂത്രം എന്തുവാ? C2H4. C2H4 ആണ്. C2H4. അടുത്ത ചോദ്യം, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ. എഥനോൾ. ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH. OH ഫങ്ഷണൽ ഗ്രൂപ്പ്. OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോൾ. ഇതില് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോൾ ആണെങ്കിൽ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏത്? മെഥനോൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. മെഥനോൾ ഒരു വിഷവസ്തുവാണ്. മെഥനോൾ ഒരു വിഷവസ്തുവാണ്. പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത്? പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ആണ് മെഥനോൾ. വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തം ഏത്? മെഥനോൾ. പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏത്? എഥനോൾ. പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് എഥനോൾ. മെത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാ? ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നതോ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്. ഇവിടെ എഥനോൾ എന്ന് പറഞ്ഞില്ലായിരുന്നോ? 99% ശുദ്ധമായ എഥനോളിന് പറയുന്ന പേരെന്തുവാ? അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എഥനോൾ ആണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്തുവാ? അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. വാഹനങ്ങളിലൊക്കെ ഇന്ധനമായിട്ട് പവർ ആൽക്കഹോൾ ഉപയോഗിക്കുന്നു. ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാൽ എന്ത്? മദ്യപാനത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നു. ഈ ഉൽപ്പന്നത്തെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥം ചേർക്കും. അതിനെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ. 100-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബുക്കിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.